DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള പുതുക്കിയ കരട് വോട്ടർ പട്ടിക കേരളമടക്കം 3 സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രസിദ്ധീകരിക്കും. SIR നടപടികൾക്ക് ശേഷമുള്ള പട്ടികയാണ് ഇന്നെത്തുന്നത്. കേരളം കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിലുമാണ് ഇന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന തീയതികളിൽ മാറ്റം വരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് ഇന്ന് പട്ടിക പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് പട്ടിക പരിശോധിക്കാവുന്നതാണ്. ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ ആക്ഷേപങ്ങൾ അറിയിക്കാനും തിരുത്തലുകൾ വരുത്താനും വോട്ടർമാർക്ക് അവസരമുണ്ടാകും. ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുകയാണ്. സർവകാല റെക്കോർഡിട്ട സ്വർണ്ണവില ഇന്ന് പവന് 1760 രൂപ വർദ്ധിച്ചതോടെയാണ് 1 ലക്ഷം രൂപ കടന്നത്. 1,01,600 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 220 രൂപയാണ് വർദ്ധിച്ചത്. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ 2 തവണയായി 1,440 രൂപയാണ് വർദ്ധിച്ചത്. അടുത്തറിയിപ്പ്, 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഇന്ന് പൂർത്തിയാകുന്നതോടെ ക്രിസ്മസ് അവധിക്കാലത്തിന് വേണ്ടി സ്കൂളുകൾ അടയ്ക്കുകയാണ്. ഇനി ജനുവരി 5-നാണ് തുറക്കുക. +1, +2ന്റെ ശേഷിക്കുന്ന ഓരോ പരീക്ഷകൾ 6-ന് നടക്കും. +2 ഹിന്ദി ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റിവെച്ച പരീക്ഷ 5-ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഇത്തവണ 12 ദിവസമാണ് അവധി. 2-ന് മന്നം ജയന്തി അവധിയും തുടർന്ന് ശനിയും ഞായറും ആയതിനാലാണ് അവധി 4 വരെ നീണ്ടത്. അടുത്തറിയിപ്പ്, പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ആദ്യ ദിവസം അപേക്ഷിച്ചത് 2500 പേരാണ്. സംസ്ഥാന വ്യാപകമായി തദ്ദേശ സെക്രട്ടറിമാർ വഴിയാണ് പെൻഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത്. ksmart.lsgkerala.gov.in മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്തറിയിപ്പ്, സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും ജനുവരി 1 വരെ നടക്കുന്ന ഫെയറിൽ ലഭിക്കും. കിലോഗ്രാമിന് 20 രൂപ നിരക്കിൽ 25 കിലോഗ്രാം അരി ലഭ്യമാണ്. സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയുടെ വില 309 രൂപയാക്കി. സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണയുടെ വില 329 രൂപയാക്കി. കൂടാതെ സബ്സിഡി ഇനങ്ങളായ ഉഴുന്ന്, കടല, വൻപയർ, തൂരപ്പരിപ്പ് എന്നിവയ്ക്ക് കിലോയ്ക്ക് 2 മുതൽ 3 രൂപ വരെ കുറച്ചിട്ടുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് സാന്റ ഓഫർ എന്ന പേരിൽ പ്രത്യേക കിറ്റ് ലഭിക്കും. കേക്ക്, പഞ്ചസാര, തേയില, പായസ മിക്സ്, ശബരി അപ്പം പൊടി, മസാലകൾ തുടങ്ങിയ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ 667 രൂപയുടെ പ്രത്യേക കിറ്റ് 500 രൂപയ്ക്ക് നൽകും. ക്രിസ്മസ് ദിനത്തിൽ ഫെയറുകൾ പ്രവർത്തിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.